കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോക ശ്രദ്ധ മുഴുവൻ സ്വിറ്റ്സർലൻഡിലേക്കാണ് ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ നേതാക്കൾ വേദി വിട്ടതും അമേരിക്കൻ നേതാക്കൾക്കൊപ്പം ചിത്രമെടുക്കാൻ വിസമ്മതിച്ചതുമെല്ലാം ലോകം കൗതുകത്തോടെയാണ് നോക്കി നിന്നത്. എന്നാൽ ലോകശക്തികൾ ആര് തന്നെ ശ്രമിച്ചാലും തങ്ങളുടെ ഇച്ഛാശക്തിയെ കീഴടക്കാൻ ആകില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇറാന്റെ വൻ വിജയമായി സ്വിസ് ചർച്ചയെ ലോകം ഇപ്പോൾ വിലയിരുത്തുകയാണ്. ആദ്യമായി തന്നെ അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിലും സാമ്പത്തിക സമവാക്യങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലെബനാൻ സംഘർഷം ലഘൂകരണ കരാർ തങ്ങളുടെ വലിയ നയതന്ത്ര വിജയമാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെയാണ് ഈ കരാർ രാജ്യത്തിന് കൈവന്ന വമ്പൻ നേട്ടമാണെന്ന അവകാശവാദവുമായി പരസ്യമായി രംഗത്തെത്തിയത്. വർഷങ്ങളായി കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ കഴിഞ്ഞതിൻ്റെ തെളിവാണ് ഇതെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഈ വമ്പൻ വിജയപ്രഖ്യാപനങ്ങൾക്ക് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വെളിപ്പെടുത്തൽ ഈ നയതന്ത്ര ചർച്ചകളെ പുതിയൊരു വിവാദത്തിലേക്കും നയിച്ചിരിക്കുകയാണ്. ഖത്തറിലെ ബാങ്കുകളിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക ആസ്തികളുടെ ഒരു ഭാഗം റിലീസ് ചെയ്യാൻ വാഷിംഗ്ടൺ ധാരണയായിട്ടുണ്ടെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വാർത്താലേഖകരോട് വ്യക്തമാക്കുകയുണ്ടായി. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു നിർണായക പ്രഖ്യാപനമായിരുന്നു വാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മുന്നോട്ട് വച്ച നിബന്ധനകളാണ് ഇപ്പോൾ ഈ നയതന്ത്ര വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഖത്തറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഈ തുക ഇറാന് അവരുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ കഴിയില്ലെന്നും പകരം അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ജീവൻ രക്ഷാ മരുന്നുകളും മാത്രം വാങ്ങാൻ മാത്രമേ ഈ പണം വിനിയോഗിക്കാൻ പാടുള്ളൂ എന്നും JD വാൻസ് കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട്. US വൈസ് പ്രസിഡന്റിന്റെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ ഇറാന്റെ അവകാശവാദങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുമെന്ന ചോദ്യം അന്താരാഷ്ട്ര നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. സ്വന്തം പണം തിരികെ ലഭിക്കാൻ അമേരിക്കൻ വിപണിയെ ആശ്രയിക്കണമെന്ന നിബന്ധന അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇറാന്റെ സാമ്പത്തിക പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. വാഷിംഗ്ടണിന്റെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം എന്നത് യാഥാർത്ഥ്യമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉയർത്തിയ ഈ പുതിയ സാമ്പത്തിക നിബന്ധനകളെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇറാൻ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വാൻസിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായി സ്ഥിരീകരിക്കാനോ തള്ളിക്കളയാനോ ടെഹ്റാൻ തയ്യാറാകാത്തത് ഈ നയതന്ത്ര ചർച്ചകൾക്ക് പിന്നിൽ ഇനിയും പുറത്തു വരാത്ത വലിയ രഹസ്യങ്ങളുണ്ടെന്ന സംശയങ്ങൾക്ക് ബലം നൽകുന്നുണ്ട്. എങ്കിലും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും മാത്രം വാങ്ങാനോ ഈ പണം ഉപയോഗിക്കൂ എന്ന നിബന്ധന ഇറാൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രംപ് വാൻസ് ഭരണകൂടത്തിന്റെ കടുത്ത പരുക്കൻ നയതന്ത്രമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അമേരിക്കൻ കർഷകർക്കും കമ്പനികൾക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇറാന്റെ പണത്തെ മാറ്റിയെടുക്കാൻ വാൻസിന്റെ നയതന്ത്രത്തിന് കഴിഞ്ഞു എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഈ കരാർ അതുകൊണ്ട് തന്നെ ഇറാൻ അംഗീകരിക്കാനും സാധ്യതയില്ല. ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള സൈനിക നീക്കങ്ങളും സംഘർഷങ്ങളും താൽക്കാലികമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘർഷ ലഘൂകരണ കരാർ രൂപീകരിച്ചിട്ടുള്ളത്. മേഖലയിൽ ഒരു വലിയ പ്രാദേശിക യുദ്ധം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ഇറാനും അമേരിക്കയും ഒരേപോലെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമായ സംഭവം തന്നെയാണ്. സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള വേദികളിൽ നടന്ന ഈ ചർച്ചകൾ വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്. ഇറാന്റെ സാമ്പത്തിക തകർച്ചയും ആഭ്യന്തര പ്രതിസന്ധികളും മുതലെടുത്താണ് അമേരിക്കയുടെ ഈ പ്ലാൻ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വന്തം ജനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കാൻ മറ്റു വഴികളില്ലാത്ത സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ കടുത്ത സാമ്പത്തിക കളിക്ക് ഇറാൻ ഇരയാകേണ്ടി വന്നേക്കാം. മറുഭാഗത്ത് ഇറാന്റെ പരമോന്നത നേതൃത്വം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തങ്ങളുടെ ആഭ്യന്തര പ്രതിച്ഛായ നിലനിർത്താനുള്ള കടുത്ത ശ്രമത്തിലാണ്. ലെബനാൻ കരാറിലൂടെ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മേഖലയിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു എന്നുമാണ് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ കരാറിലൂടെ അമേരിക്ക കൈവരിച്ച മറ്റൊരു നേട്ടം മരവിപ്പിച്ച ഫണ്ടുകൾ പൂർണ്ണമായി ഇറാന്റെ കൈകളിൽ എത്തുന്നതിലൂടെ അവർ അത് തങ്ങളുടെ സായുധ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയ്ക്കോ ഹൂതികൾക്കോ കൈമാറുന്നത് തടയാൻ കഴിഞ്ഞു എന്നതാണ്. ഒരു നയതന്ത്ര ട്വിസ്റ്റ് ട്രംപ് ഭരണകൂടത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ നേട്ടമുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അമേരിക്കൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇറാന്റെ പണം ഉപയോഗിക്കാവൂ എന്ന് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതിലൂടെ തങ്ങൾ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ വാൻസിനും ട്രംപിനും സാധിക്കും. നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഒരു ഇസ്ലാമിക വിപ്ലവ രാജ്യമെന്ന നിലയിൽ അമേരിക്കയുടെ നിബന്ധനകൾക്ക് പൂർണ്ണമായി കീഴടങ്ങുന്നത് ഇറാന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾക്ക് കനത്ത ആഘാതമാകും.
സയനിസ്റ്റ് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ പോരാടുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യം അവരുടെ വിപണിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാകുന്നത് വലിയൊരു വൈരുദ്ധ്യമാകാം. ഖത്തറിലെ ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ ഇതിനു മുമ്പും വലിയ തോതിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് കാരണമായിട്ടുള്ളതാണ്. തടവുകാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് പ്രാദേശിക ചർച്ചകളുടെ ഭാഗമായും ഈ ഫണ്ടുകൾ പലപ്പോഴും വാർത്തകളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കടുത്തതും വ്യക്തവുമായ ഒരു വാണിജ്യ നിബന്ധന ഇതിനു മുൻപുണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം ഉണ്ടാകും എന്നത് അതീവ നിർണായകമാണ്. JD വാൻസിന്റെ പ്രസ്താവനകളെ പൂർണ്ണമായി തള്ളിക്കളയാൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം രാജ്യത്തിനകത്തുള്ള കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽ നിന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സർക്കാരിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ലെബനനിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങളെ ഈ കരാർ എങ്ങനെ ബാധിക്കുമെന്നതും പശ്ചിമേഷ്യ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇറാന് തങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നേരിയ ആശ്വാസം ലഭിക്കുമ്പോൾ ഹിസ്ബുള്ള പോലുള്ള സംഘടനകൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പിന്തുണയിൽ എന്തെങ്കിലും കുറവ് വരുത്താൻ അവർ തയ്യാറാകുമോ എന്നാണ് ഇസ്രായേൽ നിരീക്ഷിക്കുന്നത്. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഖത്തർ പോലുള്ള രാജ്യങ്ങളുടെ പങ്കും ഇതിൽ വളരെ വലുതാണ്. അമേരിക്കയുടെയും ഇറാന്റെയും താൽപ്പര്യങ്ങൾ ഒരേ സമയം സംരക്ഷിച്ചുകൊണ്ട് ഒരു സമവായത്തിൽ എത്തിക്കുക എന്ന അതീവ സങ്കീർണമായ ദൗത്യമാണ് അവർ നിർവഹിച്ചത്. സാമ്പത്തിക ഇടപെടലുകൾ സുതാര്യമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ട ചുമതലയും അവർക്കുണ്ട്. ഇറാന്റെ വിദേശ നയത്തിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ സ്വിസ് ചർച്ചകളിൽ ദൃശ്യമാകുന്നത്. കടുത്ത യുദ്ധപ്രഖ്യാപനങ്ങൾക്കപ്പുറം സാമ്പത്തിക സുരക്ഷിതത്വത്തിനും ഉപരോധങ്ങളിൽ നിന്നുള്ള താൽക്കാലിക മോചനത്തിനുമാണ് പെസഷ്കിയാൻ സർക്കാർ കൂടുതൽ മുൻഗണന നൽകുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. അമേരിക്കൻ വിപണിയിലെ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങുന്നതിലൂടെ ഇറാന്റെ ആഭ്യന്തര വിപണിയിൽ നിലനിൽക്കുന്ന കടുത്ത പണപ്പെരുപ്പത്തിനും ദൗർലഭ്യത്തിനും ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിഞ്ഞേക്കാം. എങ്കിലും രാഷ്ട്രീയമായി ഇത് രാജ്യത്തിന് വരുത്തിവെക്കുന്ന നാണക്കേട് വളരെ വലുതാണെന്ന വാദത്തെ പ്രതിരോധിക്കാൻ ഇറാൻ നേതൃത്വത്തിന് കഠിനമായി ശ്രമിക്കേണ്ടി വരും. ഈ നയതന്ത്ര നീക്കം പശ്ചിമേഷ്യയിലെ മറ്റ് പ്രമുഖ ശക്തികളായ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളും അതീവ സൂക്ഷ്മതയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ഇത്തരം തന്ത്രപരമായ സാമ്പത്തിക ഇടപാടുകൾ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കരാർ ആരുടെ വിജയമാണെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇറാന് മാത്രം സ്വന്തമാണ് എന്ന് പറയേണ്ടി വരും. സ്വന്തം ഫണ്ട് തിരികെ വാങ്ങി ലെബനനിൽ താൽക്കാലിക സമാധാനം ഉറപ്പാക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ വിജയമായി ഇറാൻ കാണുമ്പോൾ ഇറാന്റെ പണം തങ്ങളുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രം ഉപയോഗിക്കാൻ നിർബന്ധിച്ചതിനെ അമേരിക്ക തങ്ങളുടെ വിജയമായി കാണുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഒരു രാജ്യത്തെ പൂർണ്ണമായി തകർക്കുന്നതിന് പകരം അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ തങ്ങളുടെ വിപണിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കുക എന്ന അത്യാധുനിക അമേരിക്കൻ തന്ത്രമാണ് JD വാൻസിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ലഭ്യമാക്കുക എന്നത് വലിയൊരു ആശ്വാസമാണ്. രാഷ്ട്രീയ നേതാക്കളുടെ അവകാശവാദങ്ങൾക്കപ്പുറം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഉപരോധങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ഈ കരാർ സഹായിക്കുമെന്നതാണ് ഇതിൻ്റെ ഏക നല്ല വശം. വരും വാരത്തിൽ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം കൂടുതൽ വ്യക്തമാകൂ. അമേരിക്കൻ കപ്പലുകൾ ഇറാന്റെ പണവുമായി കാർഷിക ഉൽപ്പന്നങ്ങൾ ടെഹ്റാനിലേക്ക് എത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് പശ്ചിമേഷ്യൻ നയതന്ത്ര ചരിത്രത്തിലെ തികച്ചും വിചിത്രമായ ഒരു കാഴ്ചയായി മാറും. ലെബനൻ സംഘർഷ ലഘൂകരണ കരാറിനെ ചൊല്ലി ഇറാനും അമേരിക്കയും നടത്തുന്ന ഈ അവകാശവാദങ്ങളുടെ പോരാട്ടം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വൻ ട്വിസ്റ്റുകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മസൂദ് പെസഷ്കിയാൻ പറഞ്ഞ വമ്പൻ വിജയമാണോ അതോ JD വാൻസ് വ്യക്തമാക്കിയതുപോലെയുള്ള കനത്ത കീഴടങ്ങലാണോ ഇത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശക്തമാവുകയും ചെയ്യും.